സുഖല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഒരു DSLR ക്യാമറയിലെ ഈ ഡയല് നമുക്ക് നോക്കാം. ആദ്യം വരാണ് എം എന്താന്ന് വെച്ചാൽ മാനുവൽ മോഡ്, അതായത് ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ എല്ലാം നമ്മൾ തന്നെ കൺട്രോളാണ്. പിന്നുള്ളത് എ എന്ന് വെച്ചാൽ അപ്പർച്ചർ പ്രയോറിറ്റി. അതില് അപ്പർച്ചർ മാത്രമേ നമ്മുടെ കൺട്രോളുള്ളൂ. ഷട്ടർ സ്പീഡും ISOയും ക്യാമറ കൺട്രോൾ ചെയ്തോളൂ. പിന്നുള്ളത് എസ് എന്ന് വെച്ചാൽ ഷട്ടർ പ്രയോറിറ്റി. അതിൽ ഷട്ടർ സ്പീഡ് മാത്രമേ നമ്മുടെ കൺട്രോളുള്ളൂ. ISOയും അപ്പർച്ചറും ക്യാമറ കൺട്രോൾ ചെയ്യും. പിന്നുള്ളത് പി എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ഓട്ടോ. അതായത് ISO മാത്രമേ നമ്മുടെ കൺട്രോളുള്ളൂ. ഷട്ടർ സ്പീഡും അപ്പർച്ചറും ക്യാമറ തന്നെ കൺട്രോൾ ചെയ്യും. പിന്നുള്ളത് എഫക്റ്റീവ് സീൻ. അതെന്ന് വെച്ചാൽ ഓരോ ഫിൽറ്റേഴ്സ് ആണ്. പിന്നുള്ള ഗ്രീൻ ആണ് ഓട്ടോ മോഡ്. അതിൽ ക്യാമറ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യും. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം മാനുവൽ മോഡിൽ ഇട്ട് പ്രാക്ടീസ് ചെയ്താലേ ക്യാമറ നമ്മുടെ കയ്യിലാവുള്ളൂ. U1 U2 എന്താണെന്ന് വെച്ചാൽ പ്രീസെറ്റ് പോലെ വർക്ക് ആവാം. നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ U1 സേവ് ചെയ്താൽ നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും അതൊന്ന് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ U1 U2. പിന്നെ ഉള്ളതാണ് താഴത്തെ ഡയല്. എസ് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്ലിക്ക്. അപ്പൊ നമ്മൾ ഷട്ടർ ബട്ടൺ എത്ര പോലും ഒറ്റ ക്ലിക്കേ വരുള്ളൂ. പിന്നെ ഉള്ളതാണ് CL എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ലോ സ്പീഡ്. അപ്പൊ അതാണ് ഷട്ടർ സ്പീഡ് അടിക്കുള്ളൂ. CH ആണ് കണ്ടിന്യൂസ് ഹൈ സ്പീഡ്. അതാണ് കണ്ടിന്യൂസ് ഹൈ സ്പീഡ്. പിന്നുള്ളത് Q ഷട്ടറിന്റെ സൗണ്ട് വൈറ്റ് ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നുള്ളതാണ് ടൈമർ ഇപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോയോ നമ്മുടെ ഫോട്ടോ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് ടൈമർ ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഡയറി. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.